ഇന്നത്തെ സന്ദേശത്തിന്റെ ടൈറ്റിൽ ഒരു ഇൻസ്പെക്ഷനാണ്. ദേവാലയം പണി എവിടം വരെയായി? ദൈവം നമ്മളിൽ നിവാസമാക്കുവാൻ സമയമായോ എന്നുള്ളതാണ് ഇന്നത്തെ ടൈറ്റിൽ. The title of today's message is an inspection, and it is how much has the building of the temple progressed? Has it progressed enough for God to come and reside in us? आज का संदेश का शीर्षक इंस्पेक्शन है, यानी कि जांच करना इस बात का कि परमेश्वर का मंदिर जो बन रहा है उसका काम कहाँ तक हुआ है. എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചേ, ഞാനിത് യേശുക്രിസ്തു നമ്മളെ സർട്ടിഫൈ ചെയ്തില്ല എങ്കിൽ വർക്ക് കംപ്ലീഷൻ നടക്കില്ല, നമ്മൾ സ്വർഗ്ഗപിതാവിൻ്റെ ഭവനത്തിലേക്ക് ഭവനക്കാരാകത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ചിലരുടെ ഉള്ളിൽ ചോദ്യം വന്നു, അങ്ങനെ ഒരു വർക്ക് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കണ്ടില്ലല്ലോ എന്ന്. മത്തായി 7:21, 22, 23 എല്ലാവരും യേശുവിനെ കർത്താവായി സ്വീകരിച്ചവരും യേശുവിൻ്റെ നാമത്തിൽ മിനിസ്ട്രി ചെയ്തവരും യേശുവിൻ്റെ നാമത്തിൽ കുറേ പേരെ കൂട്ടിയവരുമാ. ഇവിടെ ഇവർക്ക് ഒരെണ്ണത്തിന് പോലും വർക്ക് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് യേശു കൊടുത്തില്ല. ഒരെണ്ണം പോലും പിതാവിന്റെ ഭവനത്തിലേക്ക് പ്രവേശിച്ചില്ല. ഒരെണ്ണം പിതാവിന്റെ നിവാസമായുമില്ല. ഇത് നമുക്ക് ഓർമ്മയിരിക്കട്ടെ. എന്നാൽ ഇതിനെക്കുറിച്ച് ഇന്നത്തെ ദൈവദാസന്മാർ എന്ന് പറയുന്നവർ മേജറും മിണ്ടുന്നില്ല. പകരം അവർ ജനത്തെ സന്തോഷിപ്പിച്ച് ഈ ചെറിയ ജീവിതത്തിൽ ജനത്തെ കൊണ്ട് തങ്ങൾക്ക് ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നവരാണ് അനേകര്. എൻ്റെ ദൈവദാസനെ ഞാൻ അങ്ങോട്ട് സ്നേഹത്തോടെ പറയട്ടെ, അങ്ങ് നശിക്കരുത്, ഈ ജനവും നശിക്കരുത്. യേശുവിൻ്റെ മാർഗം പിന്തുടര്. നമ്മൾ ഈ ജീവിതത്തിൽ, കൊച്ചു ജീവിതത്തിൽ ഞാനല്ല എന്നിൽ വസിക്കേണ്ടത്, എന്നിൽ ദൈവം വസിക്കണം. ആ നിവാസമായി ഞാൻ മാറണം. ഇതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. Dear brothers, many of you may be wondering where is it written about this work completion certificate. If you read the book of Gospel of Matthew chapter 7 verse 21, 22, 23, you will see that there were a lot of servants of God, so-called servants of God, who did not get the certificate. They all went to Jesus Christ, who is the one who should give the certificate for entering the kingdom of God. But Jesus Christ did not give them, and they were driven out. So dear brothers and sisters, always keep this in mind, that this is our goal. In fact, unfortunately, many servants of God, instead of focusing on building this temple and getting the certificate and reaching the kingdom of God, is focusing on how to use what the people God has given them to make their lives comfortable and to make the lives of the people comfortable. Dear brothers, that is not goal of the ministry. It is to reach the kingdom of God. We should be the temple of God, and we should not live for ourselves, but the Spirit of God must dwell within us, and we should work for Him so that we can receive this work completion certificate. सुनने वालों में से कुछ लोग सोच सकते हैं ऐसी सारी बातें कहाँ पर लिखा हुआ है, वर्क कंप्लीशन सर्टिफिकेट बताना चाहते हैं मत्ती 7 उसके 21 से लेके 21, 22, 23 में प्रभु यीशु मसीह ने वहाँ पर कितने सारे जो लोग आए थे, जितने भी लोग आए हुए थे, उन्होंने यीशु मसीह के लिए, यीशु मसीह के नाम से अनेक अद्भुत चमत्कार किए थे, प्रचार किए थे, लोगों को जमा किए थे. लेकिन प्रभु उनसे कहता है, मैं तुम्हें नहीं जानता हूँ, मुझसे दूर हो जाओ. तो इसीलिए आज भी हम देख सकते हैं अनेक अगर प्रभु के दास लोग हैं जो प्रभु के नाम से वो अपने लिए सेटअप बनाना चाहते हैं. मैं उनसे नम्रता के साथ निवेदन करना चाहता हूँ कि वे अपने आप की नाश न करें और प्रभु के लोगों के भी नाश न करें. परमेश्वर की इच्छा है कि उसके लिए हम मंदिर बनाएं और हम वो मंदिर हैं. ദൈവജനത്തിന് ഇത് തിരിച്ചറിയാനേ കഴിയുന്നില്ല. അവരുടെ മനസ്സ് മുഴുവൻ ലോകത്തില്ല. എനിക്ക് എങ്ങനെ ഈ ഭൂമിയിൽ നല്ലൊരു സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കുവാൻ പറ്റും, എൻ്റെ വിഷയങ്ങളുടെ മുകളിൽ എങ്ങനെ ഒരു പരിഹാരം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നതിൽ മാത്രമാണ് ജനം ചിന്തിക്കുന്നത്. എന്നാൽ ദൈവം ചിന്തിക്കുന്നത് ഇതല്ല. ദൈവം ചിന്തിക്കുന്നത് എനിക്ക് നിന്റെ ഉള്ളിൽ, ഈ മനുഷ്യന്റെ ഉള്ളിൽ എങ്ങനെ ഒരു നിവാസം ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയും എന്നാണ് ദൈവം നോക്കുന്നത്. എന്നാൽ ജനം നോക്കുന്നത് അങ്ങനെയല്ല. എനിക്ക് ഭൂമിയിൽ എങ്ങനെ ഒരു നിവാസം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് ജനം നോക്കുമ്പോൾ അവരുടെ സൃഷ്ടാവ് നോക്കുന്നു, എനിക്ക് എങ്ങനെ ഈ മനുഷ്യന്റെ ഉള്ളിൽ എനിക്ക് എങ്ങനെ ഒരു നിവാസം ഉണ്ടാക്കിയെടുക്കാം. രണ്ടും നോക്കുന്നത് രണ്ട് ഡയറക്ഷനാ. അല്ല മക്കളെ, നമ്മൾ നോക്കണം എൻ്റെ ദൈവത്തിന് എന്നിൽ എങ്ങനെ ഒരു നല്ല നിവാസമായി തീരാൻ കഴിയുമെന്ന് നീ നോക്കിയാൽ നിനക്ക് നല്ലൊരു നിവാസം ഉണ്ടാക്കി തരാൻ ദൈവം ജീവിക്കുന്നു. Dear brothers, unfortunately, vast bulk of the children of God, of the people of God, are gone astray. Instead of looking at what God wants, what they want is to build a setup in this world. They want to get over their worldly crises, build a setup in this world,
and that's build a home in this world, build a setup. That's what they are focused on. But God is focused on how can I build a home within you? How can I build a home within that child of God? And instead of us focusing on what God is focusing, we are focusing on building a home in this world. Dear brothers, if you are focused on what God wants, if you are focused on building God's home within you, not only will God build His home within you, He will also give you everything else you want. अनेक प्रभु के लोगों को इसके विषय में चिंता ही नहीं है, वे जानते ही नहीं है, क्योंकि वो व्यस्त है इस दुनिया में अपनी जो बातें हैं उसको अच्छी तरह से चलाने के लिए, अपने लिए अच्छा सा सेटअप बनाने के लिए। लेकिन परमेश्वर की इच्छा ये है कि कैसे मैं इस व्यक्ति में जो परमेश्वर का संतान है उसके अंदर मैं अपने लिए एक निवास स्थान खड़ा करूं। ये दोनों भी बात विरुद्ध में है। इसके लिए प्रभु के लोगों, अगर हम वो सारी दुनिया की बातों को छोड़कर, अपने लिए बातें बनाने की बातें छोड़कर, परमेश्वर की इच्छा जो हमारे अंदर निवास स्थान है वो बनाने के पीछे हम लगे रहेंगे, तो हमारी इस धरती की बातें परमेश्वर वो पूरा करेगा। ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഞാൻ പറഞ്ഞുതരട്ടെ, ഇതൊക്കെ പറഞ്ഞാൽ ആർക്കും ഇഷ്ടമല്ല. കസ്റ്റമേഴ്സിന് ഇഷ്ടം, സോറി ഞാൻ ബിസിനസ്സുകാരനുണ്ട്, കസ്റ്റമർ ആയിപ്പോയി, സോറി കേട്ടോ. ജനങ്ങൾക്ക്, വിശ്വാസികൾക്ക് ഇഷ്ടം അല്ല. ഇഷ്ടമല്ലെങ്കിൽ അവർ വാങ്ങിക്കോ. നിങ്ങളൊരു മൊബൈൽ കണ്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, നിങ്ങൾ വാങ്ങിക്കോ, നിങ്ങൾ അടുത്ത കടയിൽ പോകും അല്ലേ? അപ്പൊ നിങ്ങൾ തിരിച്ചെങ്ങും പോകാതെ എന്റെ വിശ്വാസികളായിട്ട് തന്നെ, ഈ കസ്റ്റമർ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, മിൽക്കിംഗ് ആണല്ലോ, ശ്രദ്ധിച്ചേ, അങ്ങനെ നിങ്ങളുടെ കയ്യിലുള്ളത് എനിക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ പുറത്തെങ്ങും പോകാനും പാടില്ല. അപ്പൊ നിങ്ങൾക്ക് ഇല്ലാത്തതൊന്നും പറയരുത്, ഇടുക്ക് വഴിയൊന്നും പറയരുത്, ദൈവത്തിന്റെ നിവാസമാണതിനെ കുറിച്ചും പറയരുത്. പകരം നിങ്ങൾക്കൊരു നിവാസം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾ ജമ്പ് ചെയ്യും. അങ്ങനെ ജമ്പ് ചെയ്ത പിന്നെ നിങ്ങൾ ഇറങ്ങും പോകില്ല. നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ പാസ്റ്ററും നിങ്ങളും കൂടെ സമയമരഥത്തിൽ ഞാൻ നരകയാത്ര ചെയ്യുന്നു, സന്തോഷത്തോടെയാണ് പോണത്. അവസാനം മത്തായി 7:21, 22, 23 കൂട്ടത്തോടെ കർത്താവ് ഔട്ട്. ഞാൻ ഒരു കാലത്ത് നിങ്ങളെ അറിഞ്ഞില്ല. അപ്പൊ നിങ്ങൾ ഞെട്ടിപ്പോകും. ഇന്നേ ഒന്ന് ഞെട്ടി വഴിമാറാൻ നോക്ക എന്റെ മോനെ മോളെ. ഈ കള്ളക്കൂട്ടത്തിന്റെ ഇടയിൽ പോയി നശിച്ചു പോകല്ലേ. അവർ നിങ്ങളെ മർച്ചൻഡൈസ് ചെയ്യുകയാണ്. അവർക്ക് വേണ്ടത് നിങ്ങളുടെ പോക്കറ്റാ. നിന്റെയും എന്റെ അപ്പന് വേണ്ടത് എന്നെയും നിങ്ങളെയോ. കാത്തിരിക്കുക, ക്രിസ്തുവിനെ അനുഗമിച്ച് വീട്ടിൽ പോകാൻ നോക്ക. So why is it that many servants of God do not mention about be it about becoming the temple of God, be it about entering to the narrow path? Well, the reason is very simple. They want to give what their customers, that is the faithful, ask them for. The customers do not like such tough verses. Customers likes much simpler verses and much easier to do things. And because their aim is to milk the customers and extract as much as possible from the customers, they give them the verse that the customers, that is the faithful, require of them. And instead of building the dwelling of God in the heart of the customers, they focus on building the house of the customers in this world. And in this manner, everybody is happy, faithful is happy, the pastors are happy, and finally they all happily go to hell. So, and there when it reaches Matthew chapter 7 verse 21, they will all be shocked. I would suggest you get shocked right now itself and move away from such a path so that you will enter the kingdom of God. मैं आपसे पूछना चाहता हूँ, ऐसे करने वाले प्रभु के दास जो परमेश्वर के निवास स्थान बनने के बारे में या सकरा मार्ग के बारे में बताते नहीं है, वो क्यों नहीं करते ऐसे? क्योंकि ये बातें सुनना लोगों को पसंद नहीं है। ग्राहक को जो पसंद नहीं है वो चीज़ वो लेते नहीं हैं। तो इसलिए अपने ग्राहक यानी कि कलीसिया में जो विश्वासी हैं, वे जो पसंद करते हैं वैसी बातें उन्हें सुनाते रहते हैं, ताकि उनसे दशमांश और फिर उनसे जो दान है वे स्वीकार करते रहेंगे, और विश्वासी भी खुश और पासबान भी खुश। वे लोग सब ऐसे जो है अपनी ही धुन में चलते रहेंगे। अंत में जाकर जब यीशु मसीह इनकार करेगा तब उन्हें झटका लगेगा। लेकिन मैं कहना चाहता हूँ कि आज ही झटका खाकर धोखेबाजी लोगों से दूर हो जाऊं। സ്വർഗസ്ഥ പിതാവിൻ്റെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയും നാമത്തിലുള്ള സ്നേഹവന്ദനം. ഈ ഹോളിൽ ഈ ശബ്ദ കാഴ്ചവൃതിയിലായിരിക്കുന്ന ഏവരെയും, പ്രത്യേകിച്ച് ബോഡി ഓഫ് ക്രൈസ്റ്റിലെ എല്ലാ അംഗങ്ങളെയും അറിയിക്കുകയാണ് ദൈവത്തിൻ്റെ ജീവനും സമാധാനവും ഐശ്വര്യവും
നിങ്ങൾ സമൃദ്ധമായി വാഴുവാനിടയാകട്ടെ. Greetings of love in the name of God our Father and our Lord and Savior Jesus Christ to everyone listening to this message, especially those in the body of Christ, be it listening in this hall, be it through other media. May the peace and blessing of God reign in your lives. परमेश्वर का नाम का महिमा हो। पिता परमेश्वर और पुत्र यीशु मसीह के नाम से आप सभी को हमारा प्रेमी नमस्कार, जो इस हॉल में है और सुन रहे हैं, और ख़ास तौर से जो मसीह के देह के अंग है। परमेश्वर की सारी आशीषें, उसकी शांति और हर भरपूरी आपकी ज़िंदगी में हमेशा होते रहे। ഇന്നത്തെ സന്ദേശത്തിൻ്റെ ടൈറ്റിൽ ഒരു ഇൻസ്പെക്ഷനാണ്. ദേവാലയം പണി എവിടം വരെയായി? ദൈവം നമ്മളിൽ നിവാസമാക്കുവാൻ സമയമായോ എന്നുള്ളതാണ് ഇന്നത്തെ ടൈറ്റിൽ. The title of today's message is an inspection, and it is how much has the building of the temple progressed? Has it progressed enough for God to come and reside in us? आज का संदेश का शीर्षक इंस्पेक्शन है, यानी कि जांच करना इस बात का कि परमेश्वर का मंदिर जो बन रहा है उसका काम कहाँ तक हुआ है। എഫെസ്യ ലേഖനം 2:20 മുതൽ 22 വരെ വായിക്കുമ്പോൾ നമുക്കറിയാം, വീണ്ടും ജനിച്ച ഒരു ദൈവ പൈതൽ ഏത് ലക്ഷ്യത്തിലേക്കാണ് യാത്രയാകേണ്ടത്? ദൈവവചനം വളരെ വ്യക്തതയോടെ പറയുന്നു. ഇന്ന് ലോകം കാണിച്ചു കൂട്ടുന്നത് പോലെ 3 പാട്ട്, സങ്കീർത്തന വായന, കമ്മിറ്റി മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിൽ പോകുന്ന പരിപാടിയല്ല. പകരം വളരെ വ്യക്തതയോടെ പറയുന്നു, നിന്നിൽ ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവം താമസിക്കുവാൻ തക്കവണ്ണം എന്നിലും നിങ്ങളിലും ഒരു ഭവനമുണ്ടാക്കുകയാണ്. നാം ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന് നാം ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന് ഫ്യൂച്ചർ ടെൻസ്, ആത്മാവിനാൽ ഒരുമിച്ച് പണിതു വരുന്നു. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടത്. ഞാൻ അറിഞ്ഞില്ല, ഞാൻ കണ്ടില്ല, ഞാൻ കേട്ടില്ല എന്ന് പറഞ്ഞിരുന്ന് നമ്മളെ തന്നെ വഞ്ചിക്കരുത്. So if we read the book of Ephesians chapter 2 verse 20 to 22, we will realize that what is the goal towards which our lives as born again new creations is moving towards. Is it towards, you come to the church, sing 3 songs, read the Psalms and go back home, attend the committee meeting and whatnot, or is it something else? And here it is clear that what our goal is to become is that we become dwelling place of God, temple of God, so that His Spirit can dwell within us. हमें परमेश्वर का नए जन्म, नई सृष्टि हुए लोगों के लिए परमेश्वर का मकसद क्या है, हम कहाँ के, हमारा लक्ष्य क्या है, ये हमें समझना है। समझे बिना ज़िंदगी नहीं जीना है। जैसे कई लोग करते हैं, कलीसिया में जाना, फिर 2 गीत गाना, उसके बाद में भजन संहिता पढ़ना, फिर कोई कमेटी का मीटिंग अटेंड करना और जाना, ये नहीं है। बल्कि हम प्रतिदिन परमेश्वर के लोगों के साथ में एक साथ एक रचना बन रहे हैं, परमेश्वर की निवास स्थान हो रहे हैं, ये बात को समझते हुए जीना है। പ്രിയ സഹോദരങ്ങളെ, ടുഡേ ഈസ് എ ഇൻസ്പെക്ഷൻ ഡേ. ഇന്ന് നമ്മളെ തന്നെ ഒന്ന് ഇൻസ്പെക്ട് ചെയ്യുന്ന ദിവസമാണ്. ഈ എൻജിനീയറിംഗ് കൺസൾട്ടൻസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അവർ ഒരു വ്യക്തിക്ക് വേണ്ടി ഒരു ഭവനം പണിയാൻ ഏറ്റെടുത്താൽ അവരതൊരു കോൺട്രാക്ടറെ ഏൽപ്പിക്കും. കോൺട്രാക്ടർ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇവർ വന്നത് ഇൻസ്പെക്ട് ചെയ്യും. പണി എവിടം വരെയായി,
ഇന്ന് സ്വർഗത്തിലെ ദൈവം ഈ വചനത്തിലൂടെ നമ്മൾ ഇന്ന് ഇൻസ്പെക്ട് ചെയ്യുകയാണ്. മോളെ, നിന്റെ ജീവിതത്തിലെ പണി എവിടം വരെയായി? ദൈവത്തിന് താമസിക്കാൻ നിന്നിലുണ്ടാക്കുന്ന ആലയത്തിന്റെ വീടിന്റെ പണി എവിടം വരെയായി? നീ ഒരു ഉഴപ്പനാണോ, അതോ നിന്നിൽ പണി നടക്കുന്നുണ്ടോ, അതോ ഈ പണി നടക്കുന്നതിനെ കുറിച്ച് നിനക്ക് അറിയുകയില്ലേ എന്നൊരു ചോദ്യമാണ് ഇവിടെ ഇതിലൂടെ ആൻസർ ദൈവം ആഗ്രഹിക്കുന്നത്. Dear brothers, today is an inspection day. Now, many of you may be aware that there is this group of people called engineering consultants. So, when somebody builds a house, he goes to the engineering consultants and they give the job over to contractors. And every once in a while, they will visit the site and do an inspection to see what is the progress. In the same manner, today is an inspection day where we are inspecting what is the progress regarding the house of God that is being built in you. जैसे कि आप लोग जानते होंगे, आज भाई लोगों को मैं कहना चाहता हूँ, आज इंस्पेक्शन का दिन है, यानी कि जांच का दिन है। जैसे जब कोई घर बनाना चाहते हैं, इंजीनियरिंग कंसल्टेंट एक ग्रुप होता है, उनके पास जाकर बताते हैं कि हमारी ये ज़रूरत है, तो वे वो काम को लेते हैं और काम कराते हैं कुछ कॉन्ट्रैक्टर के द्वारा। और जैसे काम चलता रहता है, इंजीनियरिंग कंसल्टेंट्स जो होते हैं वो जाकर देखते हैं कि काम कहाँ तक हुआ है, कैसा चल रहा है। इसी प्रकार परमेश्वर हमें देखना चाहता है कि परमेश्वर को रहने के लिए जो निवास स्थान हम जो बन रहे हैं वो कहाँ तक काम हुआ है। क्या आप आलसी है? क्या आप जानते भी हैं कि वो काम बन रहा है आपके अंदर कि नहीं? കുഞ്ഞുങ്ങളെ സ്നേഹത്തോടെ കരഞ്ഞുകൊണ്ട് പറയട്ടെ, ദയവ് ചെയ്ത് ഉഴപ്പരുത്. മര്യാദയ്ക്ക് പണിയണം. പണിതില്ല എങ്കിൽ അവസാനം നമുക്ക് വർക്ക് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഭൂമിയിൽ ഏതെങ്കിലും കൺസ്ട്രക്ഷൻ ഫിനിഷ് ചെയ്തപ്പെട്ടാൽ സ്വർഗത്തിലെ ദൈവം അത് നമുക്ക് തരില്ല. ക്രിസ്തുവാണ് തരേണ്ട ആള്. ക്രിസ്തു അത് തന്നാലേ നമുക്ക് സ്വർഗീയ ഭവനത്തിൽ കയറാൻ പറ്റും. ക്രിസ്തു അത് തന്നില്ലെങ്കിൽ കയറില്ല. അതുകൊണ്ട് യാത്രക്കാരെ നോക്കി ഓടരുത്. ഈ ലോകത്തിലെ ബഹുഭൂരിപക്ഷം ദൈവദാസന്മാരെ നോക്കി ഓടരുത്, ക്രിസ്തുവെ നോക്കി ഓടിക്കൊള്ളണം, അല്ലെങ്കിൽ ജയിക്കില്ല. ഇതാ വിശുദ്ധ വേദപുസ്തകം പറയുന്നത്. ക്രിസ്തു പറയുന്നു, ഞാൻ ജയിച്ചതുപോലെ നിങ്ങളും ജയിക്കണം, എങ്കിലേ നമ്മുടെ ജീവിതത്തിൽ നാം ലക്ഷ്യത്തിലെത്തുകയുള്ളൂ. Dear brothers, let me remind you, do not be lazy about this particular construction work that is happening within you, because there is something called work completion certificate, and the certificate is given by Jesus Christ. And if you are lazy about the construction of the temple of God within you, if you are looking at the fellow travelers, maybe at other servants of God, you will not be able to pass. Jesus Christ will not pass you, and you will not get the work completion certificate. भाइयों, मैं आपसे निवेदन करना चाहता हूँ और रोते हुए निवेदन करना चाहता हूँ कि हमें इस बात में आलसी नहीं होना चाहिए, क्योंकि अगर हम आलसी होंगे तो घर बनने के बाद में एक कंप्लीशन सर्टिफिकेट दिया जाता है, जिसके बाद वो निवास योग्य होता है। हमें यीशु मसीह से वो सर्टिफिकेट नहीं मिलने पाएगा यदि हम अपने दूसरे यात्रियों को देखकर या फिर अधिकांश आज के जो परमेश्वर के सेवक हैं उनको देखते हुए चलेंगे, तो हम उस बात की पूर्ति में नहीं पहुंच पाएंगे। हमें बल्कि यीशु मसीह के ओर देखते हुए चलना। यीशु मसीह ने कहा, जैसे मैंने जीत पाया तुम भी मेरे जैसे जीत पाओ। പ്രിയ സഹോദരികൾ, ഒരുപക്ഷെ നിങ്ങൾ അനേക ദൈവദാസന്മാരെന്ന പേരുള്ളവരെ കണ്ടിട്ടുണ്ടാകും. അവർക്കൊന്നും ഇതൊരു വിഷയമല്ലായിരിക്കാം, പക്ഷെ എനിക്കിതൊരു വിഷയമാണ്. Dear brothers, maybe you may have gone to many different servants of God, and it may not matter much to them, but to us it matters. प्रिय लोगों, आप अनेक प्रभु के सेवकों के पास गए होंगे, उनके लिए ये बड़ी बात नहीं होगी, लेकिन मेरे लिए ये बहुत बड़ी बात है। ഒരുപക്ഷെ അനേകർക്കും അവരുടെ താല്പര്യം നിങ്ങളുടെ പോക്കറ്റായിരിക്കാം. പക്ഷെ ഇവിടെ ഈ പുൾപിറ്റിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ പോക്കറ്റിലെ ഫണ്ട് വേണോ എന്ന് ആവർത്തിക്കാറില്ല, പറയാറില്ല. വചനം പഠിപ്പിക്കുന്നവന് അത് പഠിക്കുന്നവർ കൊടുക്കണമെന്ന് വചന വ്യവസ്ഥ ചെയ്യുന്നു, എങ്കിൽ പോലും അതിവിടെ മിണ്ടാറില്ല. കാരണം എനിക്ക്
ദൈവം തരുന്ന സമ്പത്ത് എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഉടയവനായ സ്വർഗീയ പിതാവിൻ്റെ ഭവനത്തിൽ എത്തിച്ചേരുന്നതാണ്. നിങ്ങളാണ് ഞങ്ങളുടെ പ്രതിഫലം. Dear brothers, many of these servants are looking towards your pocket, but here we do not even mention that matter. Although Bible says that those who are being taught should pay to those who are teaching, but we do not mention this matter because for us, for the biggest wealth is that each of you will reach your home in the kingdom of God. कई परमेश्वर के सेवकों के लिए उनका जो है मकसद, उनका नज़र आपके पॉकेट जेब की ओर होगा, लेकिन हमारे लिए ऐसी बात नहीं है. इस पुलपिट से हमने कभी भी पैसे नहीं मांगा है, चाहा है. जबकि परमेश्वर का वचन कहता है जो वचन सिखाते हैं वे जो सीखते हैं उन्हें सिखाने वालों के साथ भागीदार होना है. तो भी हमने नहीं इसके बारे में कभी कुछ नहीं कहा, क्योंकि हमारे लिए तो धन आप लोग है. ശ്രദ്ധിച്ച് എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ച്, ഈ ലൈഫ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ജീവിതമാണ്. നമ്മൾ ഇവിടെ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്നൊന്നും കൊണ്ടുപോകാനും പറ്റില്ല. പിന്നെ ഇവിടെ ഏൽപ്പിച്ചത് മുഴുവൻ നമുക്ക് ഈ ഭൂമിയിൽ ചെയ്യേണ്ട ടെസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമ്മളുടെ ക്വാളിഫയിങ് ലൈഫിലേക്ക് ആ ലൈഫാണിത്. അതിൽ നമ്മൾ ക്വാളിഫൈ ചെയ്യുവാൻ വേണ്ടി തന്നിരിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്. ഇതെല്ലാം അന്യമായതാണ്. അന്യമായത് നമ്മുടെ സ്വന്തമല്ല. അന്യമായതിൽ നാം വിശ്വസ്തരായാൽ സ്വർഗത്തിലെ ദൈവം നമുക്ക് സ്വന്തമായത് തരും. ഇത് മനസ്സിലാക്കി വേണം പ്രവർത്തിപ്പാൻ. Dear brothers, remember that your life on this earth is very short, and you are not going to take anything from here towards above. So what is the purpose of what has been given to you in this world? It is to help you pass this test. It is all for the purpose of passing this test and moving to your eternal home above. And whatever you have here is temporary, it doesn't belong to you. But if you are faithful with what this temporary that is being given to you and use it for passing the test, you will get permanent wealth in your eternal home. प्रिय भाइयों, ये दुनिया की ज़िंदगी बहुत छोटी सी ज़िंदगी है, और इस दुनिया में हमने ना कुछ लाया है, यहाँ से कुछ लेकर जाएंगे. हमारे पास आज जो है वो परमेश्वर ने दिया हुआ है ताकि हम परीक्षा में उसको हम पास कर पाए, उसमें हम जीत हो पाए. तो इसलिए जो हमारा खुद का नहीं है वो बातों में जो विश्वास योग्य रहते हैं उन्हें परमेश्वर खुद की बातें देंगे, ऐसे लिखा है. എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചേ, ഞാനിത് യേശുക്രിസ്തു നമ്മളെ സർട്ടിഫൈ ചെയ്തില്ല എങ്കിൽ വർക്ക് കംപ്ലീഷൻ നടക്കില്ല. നമ്മൾ സ്വർഗപിതാവിൻ്റെ ഭവനത്തിലേക്ക് ഭവനക്കാരാകത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ചിലരുടെയൊക്കെ ഉള്ളിൽ ചോദ്യം വന്നു, അങ്ങനെ ഒരു വർക്ക് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കണ്ടില്ലല്ലോ എന്ന്. മത്തായി 7:21, 22, 23 എല്ലാവരും യേശുവിനെ കർത്താവായി സ്വീകരിച്ചവരും യേശുവിൻ്റെ നാമത്തിൽ മിനിസ്ട്രി ചെയ്തവരും യേശുവിൻ്റെ നാമത്തിൽ കുറേ പേരെ കൂട്ടിയവരുമാണ്. ഇവിടെ ഇവർക്ക് ഒരെണ്ണത്തിന് പോലും വർക്ക് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് യേശു കൊടുത്തില്ല. ഒരെണ്ണം പോലും പിതാവിൻ്റെ ഭവനത്തിലേക്ക് പ്രവേശിച്ചില്ല. ഒരെണ്ണം പിതാവിന്റെ നിവാസമായുമില്ല. ഇത് നമുക്ക് ഓർമ്മയിരിക്കട്ടെ. എന്നാൽ ഇതിനെക്കുറിച്ച് ഇന്നത്തെ ദൈവദാസന്മാർ എന്ന് പറയുന്നവർ മേജറും മിണ്ടുന്നില്ല. പകരം അവർ ജനത്തെ സന്തോഷിപ്പിച്ച് ഈ ചെറിയ ജീവിതത്തിൽ ജനത്തെ കൊണ്ട് തങ്ങൾക്ക് ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നവരാണ് അനേകര്. എൻ്റെ ദൈവദാസൻ ഞാൻ അങ്ങോട്ട് സ്നേഹത്തോടെ പറയട്ടെ, അങ്ങ് നശിക്കരുത്, ഈ ജനവും നശിക്കരുത്. യേശുവിൻ്റെ മാർഗം പിന്തുടര്. നമ്മൾ ഈ ജീവിതത്തിൽ, കൊച്ചു ജീവിതത്തിൽ ഞാനല്ല എന്നിൽ വസിക്കേണ്ടത്, എന്നിൽ ദൈവം വസിക്കണം. ആ നിവാസമായി ഞാൻ മാറണം. ഇതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. Dear brothers, many of you may be wondering where is it written about this work completion certificate. If you read the book of Gospel of Matthew, chapter 7, verse 21, 22, 23, you will see that there were a lot of servants of God who, so-called servants of God, who did not get the certificate. They all went to Jesus Christ, who is the one who should give the certificate for entering the kingdom of God. But Jesus Christ did not give them, and they were driven out. So, dear brothers and sisters, always keep this in mind, that this is our goal. In fact, unfortunately, many servants of God, instead of focusing on building this temple and getting the certificate and reaching the kingdom of God, is focusing on how to use what
the people God has given them to make their lives comfortable and to make the lives of the people comfortable. Dear brothers, that is not the goal of this goal of the ministry. It is to reach the kingdom of God, that we should be the temple of God, and we should not live for ourselves, but the Spirit of God must dwell within us, and we should work for Him so that we can receive this work completion certificate. सुनने वालों में से कुछ लोग सोच सकते हैं ऐसी सारी बातें कहाँ पर लिखा हुआ है वर्क कंप्लीशन सर्टिफिकेट। बताना चाहते हैं मत्ती 7 उसके 21 से लेके 21, 22, 23 में प्रभु यीशु मसीह ने वहाँ पर कितने सारे जो लोग आए थे, जितने भी लोग आए हुए थे, उन्होंने यीशु मसीह के लिए, यीशु मसीह के नाम से अनेक अद्भुत चमत्कार किए थे, प्रचार किए थे, लोगों को जमा किए थे। लेकिन प्रभु उनसे कहता है मैं तुम्हें नहीं जानता हूँ, मुझसे दूर हो जाओ। तो इसीलिए आज भी हम देख सकते हैं अनेक अगर प्रभु के दास लोग हैं जो प्रभु के नाम से वो अपने लिए सेटअप बनाना चाहते हैं, मैं उनसे नम्रता के साथ निवेदन करना चाहता हूँ कि वे अपने आप की नाश न करें और प्रभु के लोगों के भी नाश न करें। परमेश्वर की इच्छा है कि उसके लिए हम मंदिर बनाएं और हम वो मंदिर हैं। ദൈവജനത്തിന് ഇത് തിരിച്ചറിയാനേ കഴിയുന്നില്ല. അവരുടെ മനസ്സ് മുഴുവൻ ലോകത്തില്ല. എനിക്ക് എങ്ങനെ ഈ ഭൂമിയിൽ നല്ലൊരു സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കുവാൻ പറ്റും, എൻ്റെ വിഷയങ്ങളുടെ മുകളിൽ എങ്ങനെ ഒരു പരിഹാരം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നതിൽ മാത്രമാണ് ജനം ചിന്തിക്കുന്നത്. എന്നാൽ ദൈവം ചിന്തിക്കുന്നത് ഇതല്ല. ദൈവം ചിന്തിക്കുന്നത് എനിക്ക് നിന്റെ ഉള്ളിൽ, ഈ മനുഷ്യന്റെ ഉള്ളിൽ എങ്ങനെ ഒരു നിവാസം ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയും എന്നാണ് ദൈവം നോക്കുന്നത്. എന്നാൽ ജനം നോക്കുന്നത് അങ്ങനെയല്ല. എനിക്ക് ഭൂമിയിൽ എങ്ങനെ ഒരു നിവാസം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് ജനം നോക്കുമ്പോൾ അവരുടെ സൃഷ്ടാവ് നോക്കുന്നു, എനിക്ക് എങ്ങനെ ഈ മനുഷ്യന്റെ ഉള്ളിൽ എനിക്ക് എങ്ങനെ ഒരു നിവാസം ഉണ്ടാക്കിയെടുക്കാം. രണ്ടും നോക്കുന്നത് രണ്ട് ഡയറക്ഷനാ. അല്ല മക്കളെ, നമ്മൾ നോക്കണം എന്റെ ദൈവത്തിന് എന്നിൽ എങ്ങനെ ഒരു നല്ല നിവാസമായി തീരാൻ കഴിയുമെന്ന് നീ നോക്കിയാൽ നിനക്ക് നല്ലൊരു നിവാസം ഉണ്ടാക്കി തരാൻ ദൈവം ജീവിക്കുന്നു. Dear brothers, unfortunately, vast bulk of the children of God, of the people of God, are gone astray. Instead of looking at what God wants, what they want is to build a setup in this world. They want to get over their worldly crises, build a setup in this world, and that's build a home in this world, build a setup. That's what they are focused on. But God is focused on how can I build a home within you? How can I build a home within that child of God? And instead of us focusing on what God is focusing, we are focusing on building a world in this building a home in this world. Dear brothers, if you are focused on what God wants, if you are focused on building God's home within you, then you not only will God build His home within you, He will also give you everything else you want. अनेक प्रभु के लोगों को इसके विषय में चिंता ही नहीं है, वे जानते ही नहीं है, क्योंकि वो व्यस्त है इस दुनिया में अपनी जो बातें हैं उसको अच्छी तरह से चलाने के लिए, अपने लिए अच्छा सा सेटअप बनाने के लिए। लेकिन परमेश्वर की इच्छा ये है कि कैसे मैं इस व्यक्ति में जो परमेश्वर का संतान है उसके अंदर मैं अपने लिए एक निवास स्थान खड़ा करूं। ये दोनों भी बात विरुद्ध में है। इसके लिए प्रभु के लोगों, अगर हम वो सारी दुनिया की बातों को छोड़कर, अपने लिए बातें बनाने की बातें छोड़कर, परमेश्वर की इच्छा जो हमारे अंदर निवास स्थान है वो बनाने के पीछे हम लगे रहेंगे, तो हमारी इस धरती की बातें परमेश्वर वो पूरा करेगा। പ്രിയ സഹോദരങ്ങളെ, ശ്രദ്ധിച്ചേ. ബൈബിൾ ഉള്ളവരൊക്കെ ബൈബിൾ എടുത്തേ, ഓൺലൈനിലായിരിക്കുന്നവരൊക്കെ ബൈബിൾ എടുത്തേ, ഉള്ളവരൊക്കെ ബൈബിൾ എടുത്തേ. ഇത് ഈ പ്രൊജക്റ്റിൽ കാണിക്കുന്നതുകൊണ്ട്, സ്ക്രീൻ ഷെയർ ചെയ്യുന്നതുകൊണ്ടൊക്കെ വീണ്ടും വളരെ സുഖമാണ്. ബൈബിളും തുറക്കണ്ട, ഒന്നും ചുമ്മാ ഇരുന്ന് കുറച്ചു നേരം അറിയാതെ അങ്ങ് ഉറങ്ങിയും പോകും. ശ്രദ്ധിക്കുക. എഫേസ്യർ 2:20 മുതൽ 22 വരെ ഒരു വീണ്ടെടുക്കപ്പെട്ട പൈതൽ ഇനി എന്തായിരിക്കണമെന്നുള്ളതാണ് ഈ പറയുന്നത്. ഇനി ഞാൻ അറിഞ്ഞില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇരിക്കരുത്. കാരണം ഇത് വായിച്ചാലും പറഞ്ഞാലും അകത്ത് വീഴില്ല. കാരണം മനുഷ്യന്റെ മനസ്സ് ഇതിലല്ല, ദൈവത്തിന് നിവാസം ഉണ്ടാകുന്നതിനല്ല, അവനവനൊരു നിവാസം ഉണ്ടാക്കുന്നതിലാണ് മനുഷ്യന്റെ മനസ്സ് മുഴുവൻ. അതിന്റെ 2:20 മുതൽ ഒരുമിച്ച് വായിക്കണം. എഫേസ്യർ 2:20 മുതൽ ഒരുമിച്ച് വായിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഒരുമിച്ച് നമുക്ക് ചേർന്ന് വായിക്കാം. ഓ ഫാദർ, വി താങ്ക് യു.
ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവൻ യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ചു പണിതു വരുന്നു. ശ്രദ്ധിക്കുക, ഫൈനലി എങ്ങനെയാ വന്നിരുന്നത്? അവനിൽ, ക്രിസ്തുവിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന്. പറഞ്ഞേ, ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന്. പറഞ്ഞേ, എന്റെ മാത്രം നിവാസമായ ഞാൻ ദൈവത്തിന്റെ നിവാസമായി മാറണം. ദൈവത്തിന്റെ നിവാസമായി മാറണം. എന്റെ കുഞ്ഞുങ്ങളൊന്ന് ശ്രദ്ധിച്ചട്ടെ, ഈ ജീവിതത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ ദൈവത്തിന്റെ നിവാസമാകണമെന്ന് കേട്ടിട്ടുണ്ട്, അവിടെ വല്ല നിവാസമാര് പറയുന്നത്. പക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ജീവിതത്തിൽ ഞാൻ ദൈവത്തിന്റെ നിവാസമായി മാറണമെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇന്നു മുതൽ ശ്രദ്ധിക്കേ. നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്നത് ദൈവം നമ്മളിൽ നിവാസമാകുന്നതിനെ കുറിച്ചല്ല, പകരം ഭൂമിയിൽ നമുക്കൊരു നിവാസം ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ്. പക്ഷെ ദൈവം നോക്കുന്നത് നമ്മളിൽ ദൈവത്തിന് ഒരു വീടുണ്ടാക്കുന്നതിനെ കുറിച്ചാണ്. നമ്മൾ ചിന്തിക്കുന്നത് ഭൂമിയിൽ നമുക്കൊരു വീടുണ്ടാക്കുന്നതിനെ കുറിച്ചാണ്. രണ്ട് ഡയറക്ഷനാണെന്ന് ഈ പറഞ്ഞതിന്റെ അർത്ഥം. Dear brothers, let me start by reading the book of Ephesians chapter 2 verse 20 onwards. Consequently, you are no longer foreigners and strangers, but fellow citizens with God's people and also members of his household, built on the foundation of the apostles and prophets, with Christ Jesus himself as the cornerstone. In him the whole building is joined together and rises to become a holy temple in the Lord. And in him you two are being built together to become a dwelling in which God lives by his Spirit. Let me repeat the last statement. And in him you two are being built together to become a dwelling in which God lives by his Spirit. So God's aim is to build you together so that you become a dwelling in which God lives by his Spirit. So God's aim is so that you become a dwelling for him, but your aim is to actually create your own house on this world. These are two diametrically opposite aims. यहाँ पर हम इफेसियों 2 उसके 20, 21 और 22 पढ़ना चाहते हैं। और प्रेरितों और भविष्यद्वक्ताओं की नींव पर, जिसके कोने का पत्थर मसीह यीशु स्वयं ही है, बनाए गए हो, जिसमें सारी रचना एक साथ मिलकर प्रभु के साथ पवित्र मंदिर बनती जाती है, जिसमें तुम भी आत्मा के द्वारा परमेश्वर का निवास स्थान होने के लिए एक साथ बनाए जाते हो। अंतिम वचन को हमें ध्यान देना है। वहाँ पर लिखा है हम परमेश्वर का निवास स्थान होने के लिए एक साथ बनाए जा रहे हैं। हम में से कितने लोग हमारे जीवन में इस बात के बारे में सोचते हैं कि मैं परमेश्वर का निवास स्थान मुझे होना है? हम में से अधिकांश लोग कई बार हम हमारे लिए घर बनाना चाहते हैं, लेकिन हम परमेश्वर का घर है, ये बात हम सोचते नहीं है कई बार। മക്കളെ, നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് വേണമെങ്കിൽ പ്രസംഗിച്ചിട്ട് ഓടി അങ്ങ് പോകാം. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ 1-2 തമാശകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളെ അങ്ങ് എയറിൽ നിർത്തി അതിനുള്ള കഴിവും ദൈവം തന്നിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും ഒരു കാര്യവും ഇല്ല. നിങ്ങൾ അവിടെ എത്തുന്നതാണ് എൻ്റെയും എൻ്റെ കൂടെയുള്ള എല്ലാവരുടെയും പ്രതിഫലം. ദൈവ സന്നിധിയിൽ എത്തണം, അല്ലെങ്കിൽ ഒരു കാര്യമില്ല. ഇവിടെ ഒന്ന് മനസ്സിലാക്കുക, ഞങ്ങൾ ദൈവത്തിൻ്റെ നിവാസമായി മാറണം. അത് പഴയ സൃഷ്ടിയിൽ നടക്കില്ല, പുതിയ സൃഷ്ടിയിലേ നടക്കൂ. ഇതുകൊണ്ടാണ് പുതിയ സൃഷ്ടിയെക്കുറിച്ച് അറിവില്ലാത്തവർക്ക് ഇതിലേക്ക് എത്താനോ അങ്ങോട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുവാനോ കഴിയാത്തത്. അവർ മനുഷ്യരെ കൊണ്ട് തങ്ങൾക്കൊരു ഭാവി ഉണ്ടാക്കാൻ വേണ്ടി സെറ്റ് ചെയ്യുകയാണ്. ഇങ്ങനെയുള്ള എല്ലാ ദൈവദാസന്മാരും പുറത്തു പോകും. ഉള്ളത് നേരത്തെ പറയാം. ദൈവത്തിൻ്റെ വചനം പറയുന്നത് അവരെ അനീതിയുള്ള കാര്യവിചാരകന്മാരെന്നാണ്, ദൈവദാസന്മാരെന്നാണ്. അതായത് ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ് കുറച്ചിട്ട് മനുഷ്യനെ സന്തോഷിപ്പിക്കുന്നു. അതായത് ദൈവം ആഗ്രഹിക്കുന്ന, മനുഷ്യനിൽ ആഗ്രഹിക്കുന്ന സ്റ്റാൻഡേർഡൊക്കെ കുറച്ചിട്ട് മനുഷ്യനെ സന്തോഷിപ്പിച്ച് ഈ മനുഷ്യൻ്റെ പോക്കറ്റിലുള്ളത് കൊണ്ട് തനിക്കൊരു ഭാവി ഈ ഭൂമിയിൽ സെറ്റ് ചെയ്യുന്ന അനീതിയുള്ള കാര്യവിചാരകന്മാർ ധാരാളം ഉണ്ട്. അവരൊക്കെ ദൈവത്തിൻ്റെ വലിയ ശിക്ഷ കടന്നു വരും എന്ന് ഓർക്കുക. ആ കുരുക്കിൽ എല്ലാ ദൈവമക്കളും ഓൾമോസ്റ്റ് പെട്ടുകിടക്കുകയാണ്. അതിൽ പെട്ടുകിടക്കരുത്. ദൈവം തൻ്റെ ലെവൽ ഓഫ് റിക്വയർമെന്റ് ഒരിക്കലും കുറയ്ക്കുന്നില്ല. ദൈവം ഇന്നലെയും ഇന്നും നാളെയും മാറാത്തവനാണ്. Dear brothers, if you want, I can give a speech that would uplift you and take you to the air, couple of jokes,
but in the end it would be meaningless, because my aim, my reward from all this is that all of you will reach the kingdom of God, and we will see you there. But many of the servants of God, their aim is towards your pocket. Many of them are ignorant about the new creation, and because they are ignorant about the new creation, they are ignorant about building dwellings of God within the hearts of people. And what they are focusing on is they would reduce the standard that God has set for the people, and by reducing the standard, they will present a message that with that reduced standard, and by doing so, they will extract whatever is in your pocket, so as to build a setup here. And such people are referred in Bible as unrighteous supervisors. And dear brothers, you shouldn't be deceived and follow such people, because they will not take you to the kingdom of God. यहाँ पर नए परमेश्वर के लिए निवास स्थान होना, ये बात जो है नई सृष्टि में ही संभव है, पुराने मनुष्यत्व में ये संभव नहीं है। हमें धोखा नहीं खाना चाहिए। काफ़ी सारे लोग धोखा खाए हुए हैं, फंदे में पड़े हुए हैं, लेकिन हमें उसमें से बाहर आना है। अनेक परमेश्वर के सेवक भी आज इसी काम में लगे हुए हैं कि वे लोगों को उपयोग करते हुए अपने लिए इस दुनिया में कुछ ना कुछ बनाना चाहते हैं, घर कमाना या अपने लिए एक सुखद जिंदगी पाना चाहते हैं। ऐसे लोगों के बारे में लिखा है, वे कुकर्म करने वाले दास हैं और वे दंडन पाएंगे। लेकिन हमें उसमें ध्यान नहीं देना, हमारा ध्यान परमेश्वर के लिए हमें एक निवास स्थान होना है। इसके लिए सारी ध्यान हमें उस बात पे लगाना है। പ്രിയ സഹോദരങ്ങളെ, ദൈവികമായ ലക്ഷ്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ദൈവം നമ്മളിൽ തനിക്കൊരു ഭവനം ഉണ്ടാക്കുകയാണ്. എന്നാൽ നമ്മുടെ ലക്ഷ്യം ഇതൊന്നുമല്ല. നമുക്ക് ഭൂമിയിൽ നമുക്ക് ഒരു സെറ്റപ്പ് ഉണ്ടാക്കണം, ഒരു ഭവനം ഉണ്ടാക്കണം. അതായത് മാക്സിമം നമുക്കൊരു സാമ്രാജ്യം ഉണ്ടാക്കണം. ദൈവം നമ്മുടെ ഉള്ളിൽ തൻ്റെ സാമ്രാജ്യം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. നമ്മൾ ഈ നിലനിൽക്കാത്ത ഭൂമിയിൽ ഇതാ നമ്മളുടെ സാമ്രാജ്യം ഉണ്ടാക്കാൻ നോക്കുന്നു. ഇതിൽ വഴി രണ്ട് കൂട്ടം ദൈവദാസന്മാരെയും നിങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാം. ലൂക്കോസ് സുവിശേഷം 16-ാം അധ്യായത്തിൽ കർത്താവ് ഒരു ഉപമ പറഞ്ഞു. ആ ഉപമയിൽ അനീതിയുള്ള കാര്യവിചാരകൻ എന്നുള്ള ടൈറ്റിലാണ് ഉപമ. ആ ഉപമയിൽ ഈ അനീതിയുള്ള കാര്യവിചാരകൻ എന്താ ചെയ്യണമെന്ന് അറിയാമോ? അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ, ധാരാളം പ്രവൃത്തിയുണ്ട്. അദ്ദേഹം ശ്രമിക്കുന്നത് ജനത്തെ കൊണ്ട് താൻ ജീവിക്കാൻ ശ്രമിക്കുകയാണ്. ജനത്തെ കൊണ്ട് താൻ ജീവിക്കാൻ ശ്രമിക്കുകയാണ്. കാരണം യജമാനന്റെ ആ റിക്വയർമെന്റ്, ധനത്തെ താൻ നശിപ്പിച്ച് കളഞ്ഞിട്ട് ജനത്തിന് കാര്യങ്ങൾ ലൈറ്റായിട്ട് കൊടുക്കുന്നു, ഡൈല്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ദൈവിക കാര്യങ്ങൾ ഡൈല്യൂട്ട് ചെയ്ത് കൊടുത്തിട്ട് ജനത്തെ കൊണ്ട് തനിക്ക് ആ ദൈവദാസൻ അല്ലെങ്കിൽ കാര്യവിചാരകൻ ജനത്തിൻ്റെ മുമ്പിൽ ഒരു കണ്ണിലുണ്ണിയാകാൻ ശ്രമിക്കുന്നു. എന്നിട്ട് ജനത്തിൻ്റെ മുമ്പിൽ കണ്ണിലുണ്ണിയായാൽ ജനത്തിൻ്റെ കയ്യിലുള്ള എന്തെങ്കിലുമൊക്കെ കിട്ടും. അതുകൊണ്ട് താൻ ജീവിക്കാൻ ശ്രമിക്കുന്നു. സ്വർഗത്തിലെ ദൈവം ആ വ്യക്തിയെ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നു. Dear brothers, God wants to build a dwelling within you, but many of us wants to build a house and other setup in this world. And God is looking to build His empire within you, but we are all looking to build our empire in this world. And many of the servants of God, unfortunately, are looking at diluting the requirements of God so that they can build their setup in this world by extracting money. If you look at the book of Luke, Gospel of Luke chapter 16, here you will see about a manager who reduces the requirement that the master has for everybody else, and by giving them that reduced requirement, he is extracting money from them and living through them. Such dishonest manager, instead of following the requirements of his master, instead reduces the requirement and by reducing the requirement to the general population, he is able to extract money from that general population. Such people will be punished by God. हम यहाँ पर देख सकते हैं, हमें परमेश्वर के लोग या परमेश्वर के दास अगर अपने लिए धन या फिर यहाँ पर सेटअप बनाना चाहते हैं,
तो वे दंडन पाएंगे। हम देखते हैं लूका 16 में हम पढ़ते हैं एक चतुर या अधर्म भंडारी के विषय में, जिसने अपने स्वामी का जो धन है, स्वामी की जो मांग है, उससे कुछ कम करके लोगों को दिया। ऐसे काफ़ी सारे परमेश्वर के सेवक आज भी करते हैं। परमेश्वर का जो स्टैंडर्ड है, मांग है, उससे कम लोगों को बताते हैं, लेकिन परमेश्वर हमेशा एक सा है, वो बदलता नहीं है। यहाँ पर हम देखते हैं ये भंडारी लोगों की नज़र में दुलारा बनता है, लेकिन हम देखते हैं अंत में वो बाहर किया जाता है, उसे परमेश्वर उसका स्वामी नापास करता है। ശ്രദ്ധിക്കുന്നേ കുഞ്ഞുങ്ങളെ, ശ്രദ്ധിച്ചേ. ലൂക്കോസ് 16:4 ഇത് ആ കാര്യവിചാരകൻ പറയുകയാണ്, അദ്ദേഹത്തെ കാര്യവിചാരണയിൽ നിന്ന് നീക്കാൻ പോവാണ് യജമാനൻ. ഉടനെ അദ്ദേഹം പറയുകയാണ്, എനിക്കറിയാം എങ്ങനെ ജീവിക്കണമെന്ന്. ആരെ കൊണ്ട്? ജനത്തെ കൊണ്ട് എങ്ങനെ ജീവിക്കണമെന്ന് എനിക്കറിയാം എന്നാണ് അദ്ദേഹം പറയുന്നത്. അവിടെ എഴുതിയിരിക്കുകയാണ്, എന്നെ കാര്യവിചാരത്തിൽ നീക്കിയാൽ അവർ എന്നെ, അതായത് ജനങ്ങൾ എന്നെ തങ്ങളുടെ വീട്ടിൽ ചേർത്ത് കൊള്ളുവാൻ, യജമാനൻ തള്ളാൻ പോവാണ്, ജനങ്ങൾ എന്നെ തങ്ങളുടെ വീട്ടിൽ ചേർത്ത് കൊള്ളുവാൻ തക്കവണ്ണം ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം എന്നുള്ളുകൊണ്ട് പറഞ്ഞിട്ട് ഈ പുള്ളിക്കാരൻ ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ, യജമാനിന് 100 കുടം കടപ്പെട്ട ഒരാളുണ്ട്, എണ്ണ കടപ്പെട്ട ഒരാൾ. അയാളെങ്ങ് വിളിച്ചു, എത്ര കടപ്പെട്ടിട്ടുണ്ട്? 100. ആ ചീട്ടിങ്ങാന്നേ ഇയാളതങ്ങ് വെട്ടി 50 നിങ്ങളാണ് ആ കടക്കാരനെങ്കിൽ നിങ്ങൾ എന്ത് പറയും? എന്നാ പറയും? നിങ്ങൾ ഇപ്പോൾ 10 ലക്ഷം രൂപ കൊടുക്കാനുണ്ട്, അയാൾ ചീട്ട് മേടിച്ചിട്ട് യജമാനെ കൊടുക്കാനല്ലേ, പക്ഷേ ഈ മാനേജർ വന്നിട്ട് ചീട്ട് മേടിച്ചിട്ട് 10 ലക്ഷം ഒന്നും കൊടുക്കണം, 5 കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ 5 ലക്ഷം ആക്കി തന്നാൽ നിങ്ങൾ എന്നാ പറയുക? അയാളെ നോക്കി, എടി കാർത്തിയായിനി കേട്ട നല്ല തങ്കപ്പെട്ട, നിങ്ങൾക്ക് തങ്കപ്പെട്ടു. കാരണം ജനം അന്വേഷിക്കുന്നത് എന്തുവാ? എവിടെ തങ്ങൾക്ക് ലോഡ് കുറച്ച് കിട്ടുമെന്നാ. പക്ഷെ ദൈവസന്നിധിയിൽ ആ കാര്യവിചാരകൻ ഔട്ടായി, നിങ്ങളും അധികം താമസിച്ചത് ഔട്ടാകും. So let's look at the book Gospel of Luke chapter 16 verse 3 and 4. The manager said to himself, "What shall I do now? My master is taking away my job. I am not strong enough to dig and I am ashamed to beg. I know what I will do, that when I lose my job here, people will welcome me into their houses." So here you have a manager who is about to lose his job and who is about to be removed from his job by his master, and he says, I know what I will do now that master is going to remove me, so that I can live a good life. And what he's planning to do, he's planning to live by the people. So what he does here is he calls someone who owes 900 gallons of olive oil to his master, and take the receipt, the bill, and he cuts it and writes it into 450. So he reduces what that individual owes to the master in the chit, but and by doing so he becomes favorite of that particular person, and he does that to multiple person. But remember that number one, that person is the manager is going to be removed by God and will be punished by him. And if you are going to go with him, if you are going to have your chit reduced by him, you too will be end up being punished by God. यहाँ पर हम देखते हैं इस भंडारी ने क्या किया, उसके स्वामी ने उसको काम से निकाल दिया है। तो वो क्या करता है, हम देखते हैं लूका 16:4 में पढ़ते हैं, वो कहता है अपने मन में कि मैं भंडारी के काम से मैं बाहर में छुड़ाया गया हूँ, अब मैं लोग मुझे घर घर में ले लेंगे। अभी उसके बाद में वो लोगों के द्वारा अपना जीविका कमाएगा। क्यों? उसने लोगों की मदद की। कैसे? राजा का जो खर्जेदार थे, उन्होंने एक एक को बुलाया, किसी को 100 सन देना था, 100 मन तेल देना था। उसने कहा तेरी चिट्ठी में तू 100 के जगह में 50 लिख दे, यानी कि तुझे 100 वापस करना है तो राजा को 100 मत कर दे, वापस दे, सिर्फ 50 दे। तो ऐसे करके उन्होंने लोगों की प्रीति कमाई। लेकिन हम देखते हैं अंत में राजा ने उसे बाहर कर दिया, और राजा उन लोगों के भी जो कर्जदार थे उन्हें भी बाहर कर देगा। ഹലോ, എൻ്റെ ഒപ്പത്തിനൊപ്പം ഉണ്ടോ നിങ്ങൾ? രക്ഷിക്കപ്പെട്ടാൽ മതി. ദൈവത്തിൻ്റെ ആലയത്തിനെ കുറിച്ച് മിണ്ടുന്ന പരിപാടിയൊന്നും ഇല്ല. യജമാന്റെ റിക്വയർമെന്റിനെ കുറിച്ച് മിണ്ടുന്ന പരിപാടിയൊന്നും ഇല്ല. രക്ഷിക്കപ്പെട്ടാ ഇനി സ്നാനപ്പെട്ടാട്ടാ, ഇനി കൈയടിച്ച് പാടിയെങ്കിൽ ഇരുന്നാൽ മതി. ദൈവത്തിന്റെ ആലയമൊന്നും
ദൈവത്തിന്റെ നിവാസമൊന്നും ആകണതിനെ കുറിച്ച് പറയില്ല. ഇടുക്കുവാതിലുടെ അകത്ത് കയറുന്നതിനെ കുറിച്ചും പറയില്ല. ഇതൊന്നും നമുക്ക് ആവശ്യം ഇല്ല. അപ്പൊ ജനത്തിന് എന്ത് സന്തോഷമായി, ഞങ്ങൾക്ക് ഇതൊന്നും ആവശ്യമില്ല. തങ്കപ്പെട്ട മനുഷ്യന് 5 ലക്ഷം ലാഭം ഉണ്ടാക്കിയില്ലേ, ഇന്ന ഷെയ്ക്കാൻ്റെ 5000 ഉണ്ട്, പിടിച്ചോ. രണ്ടും ഒരേപോലെ തന്നെ നരകയോഗ്യർ. ശ്രദ്ധിക്ക്, മനസ്സിലാക്കുക. ഞാനും നിങ്ങളും ദൈവത്തിന്റെ ആലയമായി മാറണം. ഇതാ ദൈവം ആഗ്രഹിക്കുന്നേ. ഇതുകൊണ്ടാ കർത്താവ് പറഞ്ഞ, എന്നെ കർത്താവേ കർത്താവ് എന്ന് പറഞ്ഞതുകൊണ്ടൊന്നും നീ ദൈവരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല. എൻ്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്താലേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയുള്ളൂ. ഇത് വ്യക്തതയോടെ തിരിച്ചറിയുക. ഇത് വിശുദ്ധ ബൈബിളിൽ ഉള്ളതാണ്. ഇതാ ദൈവവചനം പറയുന്നത്. ആദ്യ വിശ്വാസം അവസാനത്തോളം പിടിച്ചുകൊണ്ടാൽ നാം ദൈവത്തിന്റെ ഭവനമായി മാറുക. ജനത്തെ ചതിക്കുന്ന അനേക ദൈവദാസന്മാർ അവർ ദൈവത്തിന്റെ റിക്വയർമെന്റ് കുറച്ചു കൊടുത്തിട്ട് ജനത്തെ കൊണ്ട് അവരുടെ ദശാംശം കൊണ്ട് ജീവിക്കാൻ, അവരുടെ ഓഫറിംഗ് കൊണ്ട് ജീവിക്കാൻ പഠിച്ചിരിക്കുന്ന അനീതിയുള്ള കാര്യവിചാരന്മാരെ കണ്ട് കർത്താവ് നേരത്തെ പറഞ്ഞു, ഇങ്ങനൊരു കൂട്ടത്തെ കാണും. Dear brothers, it's enough to just be born again and just to get baptized, and that's it. There is nothing. You can come to the church and sing songs. That's all that is required. This will be what many of the servants of God will be telling you. There is no mention about becoming the dwelling of God. There is no mention about entering through the narrow passage. So such servants are living off by reducing the requirements of God to you, and by reducing the requirements of God, they will collect tithe from you and live a happy life. But Bible is clear, but Jesus Christ had predicted all this earlier itself, and it is because of this that he wrote this parable, as well as in the Gospel of Matthew chapter 7 verse 21. Many of these people come to him and say, Lord, Lord. And Jesus Christ responds to them saying, it is not you one who calls me Lord, Lord, who will enter the kingdom of God, but those who do the will of my Father. So do not fall for such dishonest managers, because they will neither will they enter the kingdom of God, nor will anybody who follows them. ये अधर्मी भंडारी ने जिसकी चिट्ठी में राजा को उनका जो खर्च था वो कम करके दिया, वे लोग उससे बहुत खुश है। कहेंगे कि 10 लाख के जगह में सिर्फ 5 लाख में वापस लौटाना है, चलो उनसे हाथ मिलाएंगे और 5,000 उनको देंगे, उनको एक गिफ्ट देंगे। तो ये दोनों भी लोग, वो भंडारी और जिसने जो कर्जदार है, दोनों भी नरक के योग्य है। आज बहुत सारे परमेश्वर के दास दुर्भाग्यवश ऐसी ही अवस्था में है। परमेश्वर की जो मांग है अपने लोगों के लिए, वे उसे कम कर कर लोगों को बताते हैं। लोग भी खुश हैं, उनसे बताया जाता है कि उन्हें उधार पाया तो बस सब कुछ हो गया है, बपतिस्मा लिया तो बस हो गया पूरा, आप सिर्फ आइए, ताली बजाइए, 2 गाना गाइए तो सब पूरा होता है। लेकिन ऐसे नहीं है। परमेश्वर का मांग हमारे लिए, हमसे परमेश्वर ये चाहता है कि हम उसके लिए एक निवास स्थान बन जाए। और अगर हम ऐसे नहीं करेंगे तो यीशु मसीह ने जिस तरह उन लोगों से कहा, मैं तुम्हें नहीं जानता हूँ, अधर्म के काम करने वाले मुझसे दूर हो जाओ, हमारे साथ भी यही अवस्था होगी। സഹോദരങ്ങളെ ചോദിച്ചോട്ടെ, എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെയുള്ള ദൈവദാസന്മാർ ഇതൊന്നും പറയാത്തത്? ദൈവത്തിന്റെ നിവാസമാകണമെന്നും ഇടുക്കുവാതിലൂടെ അകത്ത് കിടക്കണമെന്നും യേശു പറഞ്ഞ കാര്യങ്ങളൊന്നും പറയാത്തതിന്റെ കാരണം എന്തായിരിക്കും? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഞാൻ പറഞ്ഞു തരട്ടെ, ഇതൊക്കെ പറഞ്ഞാൽ ആർക്കിഷ്ടമല്ല? കസ്റ്റമേഴ്സിന് ഇഷ്ടം. സോറി, ഞാൻ ബിസിനസ്സുകാരനുണ്ട്, കസ്റ്റമർ ആയിപ്പോയി, സോറി കേട്ടോ. ജനങ്ങൾക്ക്, വിശ്വാസികൾക്ക് ഇഷ്ടം അല്ല. ഇഷ്ടമല്ലെങ്കിൽ അവർ വാങ്ങിക്കുമോ? നിങ്ങളൊരു മൊബൈൽ കണ്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, നിങ്ങൾ വാങ്ങിക്കുമോ? നിങ്ങൾ അടുത്ത കടയിൽ പോകും അല്ലേ? അപ്പം നിങ്ങൾ തിരിച്ചെങ്ങും പോകാതെ എൻ്റെ വിശ്വാസികളായിട്ട് തന്നെ, ഈ കസ്റ്റമർ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, മിൽക്കിംഗ് ആണല്ലോ, ശ്രദ്ധിച്ചേ. അങ്ങനെ നിങ്ങളുടെ കയ്യിലുള്ളത് എനിക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ പുറത്തെങ്ങും പോകാനും പാടില്ല. അപ്പൊ നിങ്ങൾക്ക് ഇല്ലാത്തതൊന്നും പറയരുത്, ഇടുക്കുവഴിയൊന്നും പറയരുത്, ദൈവത്തിന്റെ നിവാസമാണതിനെ കുറിച്ചും പറയരുത്. പകരം നിങ്ങൾക്കൊരു നിവാസം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾ ജമ്പ് ചെയ്യും. അങ്ങനെ ജമ്പ് ചെയ്ത പിന്നെ നിങ്ങൾ ഇറങ്ങും പോകില്ല. നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ പാസ്റ്ററും നിങ്ങളും കൂടെ സമയമ രഥത്തിൽ ഞാൻ നരകയാത്ര ചെയ്യുന്നു.
സന്തോഷത്തോടെയാണ് പോണത്. അവസാനം മത്തായി 7:21, 22, 23 കൂട്ടത്തോടെ കർത്താവ് ഔട്ട്. ഞാൻ ഒരു കാലത്ത് നിങ്ങളെ അറിഞ്ഞില്ല. അപ്പൊ നിങ്ങൾ ഞെട്ടിപ്പോകും. ഇന്നേ ഒന്ന് ഞെട്ടി വഴിമാറാൻ നോക്ക എന്നെ മോനെ മോളെ. ഈ കള്ളക്കൂട്ടത്തിന്റെ ഇടയിൽ പോയി നശിച്ചു പോകല്ലേ. അവർ നിങ്ങളെ മർച്ചൻഡൈസ് ചെയ്യുകയാണ്. അവർക്ക് വേണ്ടത് നിങ്ങളുടെ പോക്കറ്റാ. നിന്റെയും എൻ്റെ അപ്പന് വേണ്ടത് എന്നെയും നിങ്ങളെയോ. കാത്തിരിക്കുക. ക്രിസ്തുവിനെ അനുഗമിച്ച് വീട്ടിൽ പോകാൻ നോക്ക. So why is it that many servants of God do not mention about be it about becoming the temple of God, be it about entering through the narrow path? Well, the reason is very simple. They want to give what their customers, that is the faithful, ask them for. The customers do not like such tough verses. Customers like much simpler verses and much easier to do things. And because their aim is to milk the customers and extract as much as possible from the customers, they give them the verse that the customers, that is the faithful, require of them. And instead of building the dwelling of God in the heart of the customers, they focus on building the house of the customers in this world. And in this manner, everybody is happy. The faithful is happy, the pastors are happy, and finally they all happily go to hell. So, and there in when it reaches Matthew chapter 7, Matthew verse 21, Matthew 7 chapter 7 verse 21, they will all be shocked. I would suggest you get shocked right now itself and move away from such a path, so that you will enter the kingdom of God. मैं आपसे पूछना चाहता हूँ, ऐसे करने वाले प्रभु के दास जो परमेश्वर के निवास स्थान बनने के बारे में या सकरा मार्ग के बारे में बताते नहीं है, वो क्यों नहीं करते ऐसे? क्योंकि ये बातें सुनना लोगों को पसंद नहीं है। ग्राहक को जो पसंद नहीं है वो चीज़ वो लेते नहीं है। तो इसलिए अपने ग्राहक यानी कि कलीसिया में जो विश्वासी हैं, वे जो पसंद करते हैं वैसी बातें उन्हें सुनाते रहते हैं, ताकि उनसे दशमांश और फिर उनसे जो दान है वे स्वीकार करते रहेंगे, और विश्वासी भी खुश और पासबान भी खुश। वे लोग सब ऐसे जो है अपनी ही धुन में चलते रहेंगे। अंत में जाकर जब यीशु मसीह इनकार करेगा तब उन्हें झटका लगेगा। लेकिन मैं कहना चाहता हूँ कि आज ही झटका खाकर धोखेबाजी लोगों से दूर हो जाओ। ഇതാ രണ്ട് കൂട്ടമായിട്ട് ഇവിടെ ജനം തിരിയുകയാണ്. പൗലോസ് പറയുകയാണ് ഗലാത്യലേഖനം 1:10, ഞാനിപ്പോൾ മനുഷ്യരെയോ അതോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത്? ഞാൻ മനുഷ്യരെ സന്തോഷിപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന്റെ ദാസനായിരിക്കുകയില്ല. ശ്രദ്ധിച്ചേ, രണ്ട് കൂട്ടം ദൈവദാസന്മാർ. ഒന്ന് ദൈവത്തിന്റെ മകനായ ക്രിസ്തുവിന്റെ മനസ്സുള്ള വളരെ ചെറുകൂട്ടം ദൈവദാസന്മാർ. അവർ മുഴുവൻ ചിന്തിക്കുന്നത് ഈ മനുഷ്യന്റെ ഉള്ളിൽ എങ്ങനെ ദൈവത്തിനൊരു വീട് ഒരുക്കി കൊടുക്കാൻ പറ്റും എന്നാണ് അവർ ചിന്തിക്കുന്നത്. എന്നാൽ വേറൊരു കൂട്ടം ദൈവദാസന്മാർ എങ്ങനെ ഈ മനുഷ്യർക്ക് ഈ ഭൂമിയിൽ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി കൊടുക്കാം, ആ സെറ്റപ്പ് കൊണ്ട് ഞങ്ങൾക്ക് എങ്ങനെ ഇവിടെ ജീവിക്കാം. ഇത് വേറൊരു കൂട്ടം. ഇത് ബഹുഭൂരിപക്ഷമാണ്. ജനത്തിനും താല്പര്യം ഇതാണ്, ഈ ദൈവദാസന്മാർക്കും താല്പര്യം ഇതാണ്. ഇവർ കൂട്ടത്തോടെ നരകത്തിലേക്ക് തള്ളപ്പെടും. എന്നാൽ ദൈവത്തിന് മനുഷ്യന്റെ ഉള്ളിൽ ഒരു നിവാസം ഉണ്ടാക്കി കൊടുക്കുന്ന മൂലക്കല്ലായ ക്രിസ്തുവിൽ ആ വചനങ്ങളെ, പാറകളെ എടുത്തു തരുന്ന അപ്പസ്തോലന്മാരും അവരെ പോലെ ക്രിസ്തുവിന്റെ മനസ്സുള്ള കുറച്ചു പേരും ഈ വചനം കേട്ട് വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ആലയങ്ങളായി മാറുന്ന കുറച്ചു പേരും അവസാനം ദൈവത്തിന്റെ ഭവനമായി മാറും. അവരാണ് പുതിയ സൃഷ്ടികൾ. ഈ ഭാഗത്തുള്ളതെല്ലാം പഴയ സൃഷ്ടികളിൽ പെട്ടതാണ്. Dear brothers, if you look at the book of Galatians chapter 1 verse 10, you'll see about two types of servants of God. The first type is a type that whose aim is, instead of building the dwelling of God within the hearts of the people, their aim is to help people build a small setup, small home in this world, and through that people also themselves have a small setup in this world, and thus the people are happy, the pastors are happy. Finally all of them go to hell. And the second group is the group
that who is there in the hearts of Jesus Christ and who is trying to build the dwelling of God in the hearts of men. And this is a small group of people with apostles and and a few servants that are in the hearts of God. And finally they, along with those members who have become the temple of God, enter the kingdom of God. Let me read that verse. Am I not now trying to win the approval of human beings or of God? Or am I trying to please people? If I were still trying to please people, I would not be a servant of Christ. गलातियों 1:10 में पौलुस कहता है, अब मैं क्या मनुष्यों को मनाता हूँ या परमेश्वर को? क्या मैं मनुष्य को प्रसन्न करना चाहता हूँ? यदि मैं अब तक मनुष्यों को ही प्रसन्न करना चाहता तो मसीह का दास नहीं होता। यहाँ पर हम देख सकते हैं अनेक परमेश्वर के दास लोग, मेजॉरिटी आज भी वे चाहते हैं कि लोगों के लिए एक अच्छी सेटअप यहाँ पर दुनिया में बना कर दें, उन्हें घर, उनको जो कुछ चाहते हैं उनकी आर्थिक आशीषों से उन्हें भरपूर कर दें, ताकि उनकी आर्थिक आशीषों से मैं भी अच्छी ज़िंदगी जी पाऊँ। लेकिन ऐसे करने वाले प्रभु यीशु मसीह अंतिम दिन उन्हें इनकार कर देगा। बहुत कम लोग हैं वे ऐसे परमेश्वर के दास, ये दोनों भी दो अलग झुंड है, बहुत कम लोग हैं वे ऐसे परमेश्वर के दास जो यीशु मसीह और प्रेरितों ने कही हुई बातें, वो बातों को सिखाते हैं लोगों को, और परमेश्वर के लिए इंसानों में निवास स्थान बनाना चाहते हैं। ऐसे परमेश्वर के सेवक और वे लोग भी यीशु मसीह के साथ उसके राज्य में प्रवेश करने पाएंगे। പ്രിയ സഹോദരങ്ങളെ ശ്രദ്ധിച്ച് ഈ കാര്യം പറഞ്ഞ് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഇതിനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ കേട്ട ഒരു എക്സാമ്പിൾ, ധാരാളം എക്സാമ്പിൾസ് കേട്ടിട്ടുണ്ട്, അതിൽ ഒരു എക്സാമ്പിൾ ചെയ്യാൻ നമ്മൾ പറഞ്ഞുതരാം. നമുക്ക് ഇനി എന്താണ് കാര്യം? ഈ ശബ്ദ കാഴ്ച പരിധിയിലുള്ള, ഇപ്പോൾ സൂമിലുള്ളവർക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ, അത് ഹോളിലുള്ളവരോട് ചോദിക്കാം, നമുക്കിനി എന്താ കാര്യം? അതിനെപ്പറ്റി എന്താ കാര്യം? ആർക്കും അറിഞ്ഞൂടാ, ഞാൻ പറഞ്ഞ് സഹായിച്ചു തരാം. കാരണം ഇത് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാരണം നമ്മുടെ ചിന്ത നമുക്കൊരു സെറ്റപ്പ് ഭൂമിയിൽ ഉണ്ടാക്കുന്നതല്ലേ. പരിച്ഛേദനവും അല്ല, അഗ്രചർമ്മവും അല്ല, പുതിയ സൃഷ്ടിയാണ് കാര്യം. പുതിയ സൃഷ്ടിയാണ് ദൈവത്തിന്റെ ആലയം, അല്ലേ? ഇങ്ങനെയുള്ള ദൈവദാസന്മാർ പുതിയ സൃഷ്ടിയെക്കുറിച്ച് ഒന്നും മിണ്ടില്ല. പിന്നെ അവരെന്നാ മിണ്ടുമെന്നറിയാമോ? ബൈബിളിലെ കാര്യം തന്നെ മിണ്ടും. ഒരു എക്സാമ്പിൾ, ജനം അന്വേഷിച്ചിറങ്ങുന്നത് ഭൂമിയിലെ കാര്യങ്ങളല്ലേ. അവർക്ക് എപ്പോഴും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അല്ലേ ഉള്ളൂ. അവരുടെ മുമ്പിൽ ഹന്നയ്ക്കൊരു ആവശ്യം ഉണ്ടായിരുന്നു മക്കളെ. അങ്ങനെ ഹന്ന ദൈവം മുമ്പിൽ അവരുടെ ഹൃദയം പകർന്നു. അങ്ങനെ ദൈവം ഹന്നയ്ക്കൊരു കുഞ്ഞിനെ കൊടുത്തു. അവസാനം അവൾ ആ കുഞ്ഞിനെ, ഒക്കെ ഏറ്റവും വിലയേറിയതായിരുന്നു ആ കുഞ്ഞിനെ അവൾ, ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കുഞ്ഞിനെ ദൈവത്തിന് കൊടുത്തു. പുതിയ സൃഷ്ടിയെ കുറിച്ചല്ലോ പറഞ്ഞത്, ദൈവത്തിന് കൊടുത്തു. മക്കളെ നിങ്ങളും കൊടുക്കണം കേട്ടോ. മക്കളെ നിങ്ങളും കൊടുക്കണം. കൊടുത്ത കിട്ടും മക്കളെ. ചാതിയന്മാരെ, ദൈവവചനത്തെ വളച്ചൊടിച്ച് ഈ ജനത്തെ മർച്ചൻഡൈസ് ചെയ്യുക. നിങ്ങൾ പുതിയ സൃഷ്ടിയെ കുറിച്ച് പറ. ഇനി അതും ഇതും അല്ല കാര്യം. ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയൊക്കെ കാലം യേശു ക്രിസ്തു വന്ന സമയം കൊണ്ട് അവസാനിച്ചു. ഇത് ദൈവരാജ്യത്തിന്റെ കാലമാണ്. ദൈവരാജ്യത്തിലെ പൗരനാ പുതിയ സൃഷ്ടി. അവനാണ് ദൈവത്തിന്റെ ആലയം, അവനാണ് ദൈവത്തിന്റെ ഭവനം. അത് സംസാരിക്കേ. ജനത്തെ ചതിക്കരുത്. എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ചതിക്കപ്പെടുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് തിരുവചനത്തെക്കുറിച്ചും ദൈവശക്തിയെക്കുറിച്ചും നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അറിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഈ ലോകത്ത് നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാ സെറ്റപ്പും ഇവിടം കൊണ്ട് തീരും. ലോകം അതിന്റെ മോഹം ഒഴിഞ്ഞുപോകും. ഇതെല്ലാം താൽക്കാലികമാ. ഇതെല്ലാം ദൈവം തന്ന ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുകയാണ് വേണ്ടത്. എന്നാൽ യഥാർത്ഥം നിലനിൽക്കുന്നത് ഒന്നേയുള്ളൂ, ദൈവരാജ്യം. നിലനിൽക്കുന്നത് ഒന്നേയുള്ളൂ, ദൈവരാജ്യത്തിലെ പൗരനായ പുതിയ സൃഷ്ടി. അവർ ദൈവത്തിന്റെ ആലയങ്ങളാ. ഞാൻ നിങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നതല്ല ഇവിടം കൊണ്ട് തീരും. എന്നാൽ ദൈവത്തിന് നമ്മളിലുള്ളൊരു ആലയം ഒരുക്കി കൊടുക്കുന്നുവെങ്കിൽ നാം നിത്യം ജീവിക്കും. അവരാണ് ദൈവപുത്രന്മാർ, അവരാണ് ദേവാലയങ്ങൾ. അതിലേക്ക് നിങ്ങളുടെ മനസ്സ് മാറുക. ഇനി ആ പഴയതിലുള്ള അഗ്രചർമ്മമല്ല, പരിച്ഛേദനമല്ല, പുതിയ സൃഷ്ടി അത്രേ കാര്യം. ഇനിയെങ്കിലും അതിലേക്ക് കടന്നു വരാൻ നോക്ക്. ഏതാനും നാളുകൾക്കുള്ളിൽ നമ്മളുടെ ഈ 2 വിരലുകൾ കൂട്ടിക്കെട്ടും. 2 കാലിലെ 2 വിരലുകൾ കൂട്ടിക്കെട്ടും. മൂക്കിന്റെ ഉള്ളിൽ പഞ്ഞി വെക്കും. ഈ താടി കൂട്ടിക്കെട്ടും.
ഇനി നീ സംസാരിക്കണ്ട, ഇനി നീ ശ്വസിക്കണ്ട, ഇനി നീ പ്രവർത്തിക്കണ്ട, ഇനി നീ നടക്കേണ്ട. ആ ശവപ്പെട്ടിയിൽ കിടക്കുന്നതിന് മുമ്പ് എന്റെ മോനെ ദൈവത്തിന്റെ പദ്ധതി തിരിച്ചറിഞ്ഞ് ദൈവത്തെങ്കിലേക്ക് തിരികെ നമ്മുടെ നായകനായ ക്രിസ്തുവെ അനുഗമിക്ക് ആ ഭവനത്തിൽ എത്തിച്ചേരാൻ നോക്കാം. Dear brothers, let me start with an example. Typically, the story that many of the pastors say is the story of Samuel. So, Samuel or Samuel's mother Hannah. So, Hannah was crying out for a child, and God gave another child, and Hannah, after bringing her up, gave the child to God. So, you should also do that and then give to God. So, this is typically the message that is given by many of the pastors. But we are focusing on the new creation, because the word of God says that it is neither circumcision nor uncircumcision that matters, but the new creation. And the new creation is the dwelling of God. And instead of realize that your life on earth is short, and instead of focusing on physical matters, on temporary matters of this world, you should focus on new creation and how to become the temple of God. आपको एक और उदाहरण देकर हम यहाँ पर इस विषय समाप्त करना चाहते हैं। प्रिय लोगों, हमारे लिए सबसे महत्वपूर्ण बात क्या है? वचन कहता है खतना या खतना रहित नहीं, आगे से नई सृष्टि के से ही मतलब है, नई सृष्टि में परमेश्वर का निवास स्थान है, तो वो सबसे महत्वपूर्ण बात है। लेकिन अनेक जगहों में हम देखते हैं क्या होता है, पुराने नियम, पुरानी बातों के बारे में उससे ज़्यादा महत्व दिया जाता है। उदाहरण के तौर से वो लोग बोलेंगे कि हन्ना के बारे में आप सोचो, हन्ना ने किस तरह से रोई थी परमेश्वर के आगे, और परमेश्वर ने उसकी मांग को पूरी की और शमूएल को दिया, और उसने शमूएल को परमेश्वर के आगे समर्पित किया। आपको भी ऐसे करना चाहिए। तो मैं आपसे कहना चाहता हूँ, ये सारी बातें नहीं है सबसे महत्वपूर्ण बातें। यीशु मसीह ने, क्योंकि व्यवस्था और भविष्यद्वक्ता यीशु मसीह के साथ वो पूरा हो चुका है, आगे नई सृष्टि से मतलब है। इसलिए आइए हम भी अपनी सारी ध्यान और नज़र उस पर बनाए रखें। സഹോദരങ്ങളെ, പരിശോധിച്ച് നമ്മുടെ ദേവാലയം പണിയവിടം വരെയായി. ഇതുവരെ അടിസ്ഥാനമെങ്കിലും ഇട്ടോ? അത് അടിസ്ഥാനം ഇട്ടിട്ട് വേറൊന്നും പണിയാൻ കഴിയാതെ ആത്മലോകം മുഴുവൻ, ഭൗതിക ലോകം കളിയാക്കത്തില്ല, ആത്മലോകം മുഴുവൻ കളിയാക്കിയാണോ ഈ മനുഷ്യൻ അടിസ്ഥാനം ഇട്ടു, എന്നാൽ പണിയോ നിർവാഹമില്ല? ആ ഒരു തലത്തിലാണോ നമ്മുടെ ദേവാലയം പണി? എവിടം വരെയായി? ദൈവം താമസമാകാറായോ? അതോ ദൈവം ഓൾറെഡി താമസമാക്കിയോ? എവിടം വരെയായി? എന്നെയും നിങ്ങളെയും ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന് ദൈവാത്മാവിനാൽ ഒരുമിച്ച് പണിതു വരുന്നു. നമുക്കൊരുമിച്ച് നമ്മളെ തരുന്നു പരിശോധിക്കാം, പ്രാർത്ഥിക്കാം. Dear brothers, can you ask yourself the inspection question? Where is the temple of God that is being built within you? Have you laid the foundation, or is it that after you laid the foundation you are not able to build any further? The entire spiritual world looking at you and laughing because they say that this person has laid the foundation but he can't build any further. So, or is it close to the place where God can come and dwell within you? So let us focus on that and let us pray. मेरे भाइयों, आपसे कहना चाहता हूँ, अपने आप को हम जांचेंगे, इंस्पेक्ट करेंगे कि हमारे अंदर का परमेश्वर का निवास स्थान का काम कहाँ तक हो चुका है। क्या उसका आरंभ हुआ है? क्या हमने सिर्फ नेव डाला है और फिर उसे छोड़ दिया है, आगे नहीं बनाया? ऐसे है तो आत्मिक दुनिया के लोग हमें देखकर हंसेंगे, वो कहेंगे इसने काम शुरू तो की लेकिन आगे बना नहीं पाता है। इसके लिए हम अपनी सारी ध्यान और सारा मन इस बात में रखें, हमारा मंदिर परमेश्वर के रहने के, वो ख़त्म होने के स्थान पूर्तिकरण तक पहुँचे हैं। तो हम इस बात पर हमारी सारी जिंदगी की मनन और ध्यान इस बात पर रखेंगे. നമുക്ക് എഴുന്നേൽക്കാം, നമ്മുടെ കണ്ണുകളിടയ്ക്കാം, നമ്മളെ തന്നെ ദൈവകരങ്ങളൊന്ന് പരിശോധിക്കാം. എൻ്റെ ജീവിതത്തിൽ ഈ ദേവാലയ നിർമ്മാണം എവിടം വരെയായ? അടിസ്ഥാനം ഇട്ടിട്ടുണ്ടോ? അടിസ്ഥാനത്തിൻ്റെ മേൽ പണിയപ്പെടുന്നുണ്ടോ? ദൈവ സാന്നിധ്യം എൻ്റെ ഉള്ളിലുണ്ടോ? ദൈവം എൻ്റെ ഉള്ളിൽ ജീവിക്കുന്നുണ്ടോ? രണ്ടു കൂട്ടം ദൈവദാസന്മാരെ, ഈ രണ്ടു കൂട്ടം ജനത്തെയും കുറിച്ചൊക്കെ നാം കേട്ടു. ഒരു കൂട്ടം, അത് വളരെ ചെറിയൊരു കൂട്ടം, ദൈവവും ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവും ക്രിസ്തുവിൻ്റെ മനസ്സുള്ള ദൈവദാസന്മാരും അവരുടെയും ജനത്തിൻ്റെയും ഉള്ളിൽ
ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന് ദൈവാത്മാവിനാൽ ഒരുമിച്ച് പണിത് വരുന്നു. എന്നാൽ മറ്റൊരു കൂട്ടം ഭൂമിയിൽ നിവാസമാകേണ്ടതിന്, നിശ്ചയമില്ലാത്ത ഈ ലോകത്ത് നിവാസമാകേണ്ടതിന് മനുഷ്യരെ പ്രസാദിപ്പിച്ചും മനുഷ്യരെ സന്തോഷിപ്പിച്ചും മനുഷ്യനെ പുകഴ്ത്തി പറഞ്ഞും മനുഷ്യന്റെ പോക്കറ്റിലുള്ളത് ഊറ്റിയെടുത്ത് ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം ദൈവദാസന്മാരും, ഈ ദൈവദാസന്മാരിലൂടെ ഈ ഭൂമിയിൽ തങ്ങൾക്കൊരു സെറ്റപ്പ് ഉണ്ടാക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചും ആരാധിച്ചും നടക്കുന്ന വേറൊരു കൂട്ടര്, അവരുപയോഗിക്കുന്ന യേശുവിനെ തന്നെയാണ്. ഈ ലോകത്തിലെ ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വെച്ചുകൊണ്ട് യേശുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നവർ സകല മനുഷ്യർ അരിഷ്ടരെന്ന് പറയുന്ന ഒരു കൂട്ടം. ആ കൂട്ടത്തിലാണോ ഞാൻ? അത് ദേവാലയം പണിയുന്ന, എൻ്റെ ഉള്ളിൽ ദൈവത്തിനൊരു നിവാസം ഉണ്ടാക്കി കൊടുക്കുന്ന കൂട്ടത്തിലാണോ ഞാൻ? അവനവൻ തന്നെ അവനവനെ പരിശോധിക്കുക. രണ്ടുപേരും അറിയപ്പെടുന്നത് യേശുവിൻ്റെ പേരിലാണ്, സഭയുടെ ഉള്ളിലുള്ളവരെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ അവസാനം വീശുമുറം കയ്യിലുള്ള യേശു ഇവരെ രണ്ടിനെയും വേർതിരിക്കും. അതാണ് മത്തായി 21, 22, 23. യേശുവിനെ കർത്താവായി വിളിച്ചവരെയും ശുശ്രൂഷ ചെയ്തവരെയും എല്ലാം യേശു പുറത്താക്കുകയാണ്. പറഞ്ഞൊരൊറ്റ കാര്യമാണ്, എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനോ അല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയുള്ളൂ. അനീതിയുള്ള കാര്യവിചാരകന്മാരെ പോലെ ജനത്തെയും ചതിച്ചു, അവരും ചതിക്കപ്പെട്ടു. അവരെല്ലാം കൂട്ടത്തോടെ നരകയാത്രയായി. എൻ്റെ മോനെ, എൻ്റെ മോളെ, ഈ ലോകം നിശ്ചയമുള്ളതല്ല, സ്ഥിരമായതല്ല. ഇത് നമ്മളുടെ താൽക്കാലിക ജീവിതം മാത്രമാണ്. നാം കൊള്ളാവുന്നവരാണോ അല്ലയോ എന്ന് തെളിയപ്പെടേണ്ട ഒരു മണ്ഡലം മാത്രമാണ്. ഇത് നമുക്കുള്ളതൊന്നും നമ്മുടേതല്ല, ദൈവം നമ്മളെ ഏൽപ്പിച്ചതാണ്. അതെല്ലാം ദൈവിഷ്ടപ്രകാരം നാം കൈകാര്യം ചെയ്യേണ്ടതാണ്. മനുഷ്യ-ഇഷ്ടപ്രകാരമല്ല, നമ്മുടെ ചുറ്റുപാടുമുള്ളവരുടെ ഇഷ്ടപ്രകാരമല്ല, നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല. അതെല്ലാം ദൈവത്തിൻ്റെതാണ്. ദൈവം എന്തിന് ഏൽപ്പിച്ചോ അതിനുവേണ്ടി നിയോഗിക്കപ്പെടണം. മറ്റുള്ളവൻ്റെ നിർബന്ധത്തെ പ്രതിയും നമ്മുടെ സ്വന്തം താല്പര്യത്തെ പ്രതിയുമല്ല അത് മൂവ് ചെയ്യേണ്ടത്. എല്ലാം ദൈവഹിതപ്രകാരം മൂവ് ചെയ്യാം. അല്പ ദിവസത്തിനുള്ളിൽ ഈ ഭൂമിയിൽ നിന്ന് ശ്വാസം വലിക്കാൻ നമ്മുടെ പെർമിഷൻ നഷ്ടപ്പെടും. അതോടുകൂടെ നമ്മളിവിടെ മരിച്ചു വീഴും. ഈ ഭൂമിയിൽ ചലിക്കുവാനുള്ള കാലുകളുടെ ചലനശേഷി നഷ്ടപ്പെടും. ചുറ്റുമുള്ളവർ 2 തള്ളവരകൾ തമ്മിൽ കൂട്ടിക്കെട്ടി ശവപ്പെട്ടിയിൽ കിടത്തും. ഈ ഭൂമിയിൽ ഇത്രയും നാൾ സുഖമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കയ്യ് നിന്റെ തള്ളവരകൾ തമ്മിൽ കൂട്ടിക്കെട്ടി നമ്മളെ ശവപ്പെട്ടിയിൽ കിടത്തും. ഇത്രയും നാളും ഭൂമിയിൽ നിന്ന് സുഖമായി ശ്വസിച്ചുകൊണ്ടിരുന്ന നമ്മുടെ മൂക്കിലേക്ക് പഞ്ഞി കയറ്റി വയ്ക്കും. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അതിനു മുമ്പ് ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ നിവാസമായി തീരുവാൻ മതത്തിൻ്റെ കളിപ്പീരുകളൊക്കെ വിട്ട്, എൻ്റെയും നിങ്ങളുടെ അക്ഷരത്തിൻ്റെ അറിവുകളൊക്കെ വിട്ട് ആത്മാവിൻ്റെ കുടുംബത്തിലേക്ക് യാത്രയാകുവാൻ, നമ്മുടെ ശരീരത്തിലെ അവയവം, നമ്മുടെ തലയെ കേട്ട് ചെറുവിരലും കാലും തള്ളവിരലും ഒക്കെ ചലിക്കുന്നത് പോലെ ക്രിസ്തുവിൽ നമ്മുടെ തലയായ സ്വർഗസ്ഥ പിതാവിനെ ക്രിസ്തുവിലൂടെ കേട്ട് അവയവം എന്ന വണ്ണം പ്രവർത്തിപ്പാൻ, ആത്മാവിൻ്റെ ചിന്തകൾ മനസ്സിലാക്കുവാൻ നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ദൈവമേ, അങ്ങേക്ക് ഞങ്ങളെക്കുറിച്ചുള്ള വിചാരങ്ങൾ എത്ര ആഴമേറിയതാണ്. പക്ഷെ ഞങ്ങൾ ഇതൊന്നും ചിന്തിക്കുന്നില്ല. ഞങ്ങൾ മറ്റു മനുഷ്യരെ പ്രസാദിപ്പിച്ച് അവരുടെ ലൈക്കും തംസപ്പും ഒക്കെ വാങ്ങുവാൻ വേണ്ടി, അവരുടെ നല്ല വാക്കുകൾ കേൾക്കാൻ വേണ്ടി ഞാൻ ഓടുന്നു. എന്നാൽ അങ്ങയുടെ മുമ്പിൽ വെൽ ഡൺ മൈ സൺ, നീ നന്നായി പ്രവർത്തിച്ചു എന്ന് കേൾക്കുവാൻ ഒരു ചിന്ത ഞങ്ങൾക്ക് വരുന്നതേയില്ല. അങ്ങ് ഞങ്ങളെ വിളിക്കുന്ന സ്നേഹപരമായ വാക്കുകൾ, ഞങ്ങൾക്ക് അങ്ങ് ഒരുക്കിയിരിക്കുന്ന ആ നാമം, ഞങ്ങളുടെ മേൽ എഴുതാൻ പോകുന്ന ആ പുതിയ നാമം, ഇതിനൊന്നും ഞങ്ങൾ ചിന്തിക്കുന്നില്ല. എന്നാൽ ഞങ്ങളുടെ ചിന്ത ഇനിയും ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളതായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ.
അപ്പാ ഈ ജനത്തെ ഏവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈ ശബ്ദ കാഴ്ച വെറുതെയിൽ ഇപ്പോഴും തുടർന്നും അങ്ങയുടെ ചിന്തകൾ മനസ്സിലാക്കുന്ന ഏവരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. മതത്തിന്റെ ഡിനോമിനേഷന്റെ സംഘടനയുടെ എല്ലാ കുടുക്കിൽപ്പെട്ടു പോയ ഏവരെയും നല്ല പിതാവേ അതിൽ നിന്നെല്ലാം രക്ഷിച്ചെടുത്ത് അവരെ അറിയുന്നില്ല അവർ നരകക്കുഴിയിലേക്കാണ് യാത്രയാകുന്നതെന്ന്. ഭോഷ്ക് പറയുന്ന ഒരുവനും അശുദ്ധനും യാതൊരുത്തനും പുതിയ യെരൂശലേമിൽ പ്രവേശിക്കുകയില്ല എന്നുള്ള വചനം പറയുമ്പോൾ അതൊന്നും ഞങ്ങൾ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് പ്രിയ പിതാവേ ഞങ്ങളെ തന്നെ ചതിക്കുന്നവരായി തീരാതെ ക്രിസ്തുവിൽ വിശുദ്ധിയിൽ ക്രിസ്തുവാകുന്ന തലയോളം വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ ജനത്തെ ഏവരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എല്ലാ ദൈവദാസന്മാരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ നാളുകളിൽ അനീതിയുള്ള കരിവിചാരകന്മാരെ പോലെ ഞങ്ങളായിത്തീരാതെ ദൈവം മനുഷ്യരിൽ ആവശ്യപ്പെടുന്ന റിക്വയർമെന്റിനെ അല്പം പോലും കുറച്ച് കാണിക്കാതെ മനുഷ്യപ്രസാദത്തിന് വേണ്ടി ഇതവരെ അറിയിക്കാതെ ഇരുകൂട്ടരും നരകത്തിലേക്ക് പോകുന്ന ആ പദ്ധതികളിൽ നിന്നൊക്കെ മാനസാന്തരപ്പെട്ട് ക്രിസ്തുവെ പോലെ മനുഷ്യരെ പ്രസാദിപ്പിക്കാതെ ക്രിസ്തുവെ പ്രസാദിപ്പിക്കുന്ന പൗലോസിനെ പോലെ ഞങ്ങളായിത്തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തിലെ ചിന്തകളും വായിലെ വാക്കുകളും ഒക്കെ അത് ഇറങ്ങുന്നതിന് മുമ്പ് അങ്ങ് അറിയുന്നല്ലോ പിതാവേ. അവിടെ വെച്ച് തന്നെ ആവശ്യമില്ലാത്ത ചിന്തകളെയും ആവശ്യമില്ലാത്ത വാക്കുകളെയും ഒക്കെ അങ്ങ് അങ്ങയുടെ ശുദ്ധീകരണത്തിലൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പലതിലും വീണു പോകുന്നപ്പാ, എന്നാൽ വീഴാതെ ഞങ്ങൾ വഴി നടത്തുന്ന അങ്ങയുടെ പുത്രനായ ക്രിസ്തുവിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുകയാണ്. അത്ഭുതകരങ്ങളിലേക്ക് എല്ലാവരെയും ഏൽപ്പിക്കുന്നു. ഇപ്പോൾ രോഗത്തിൽ മറ്റു പല ഭാരങ്ങളിലും പ്രയാസങ്ങളിലും ഒക്കെ ആയിരിക്കുന്ന എല്ലാ ജനത്തെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എൻ്റെ പ്രിയ പിതാവേ, അങ്ങ് അവർക്ക് ആശ്വാസം കൊടുക്കണമേ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പുത്രനായ ക്രിസ്തുവിലൂടെ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന സൗഖ്യം ഈ ജനത്തിന്റെ മേൽ സ്വീകരിച്ചാണ്. കൽപ്പിക്കുക 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 സ്വീകരിച്ച സൗഖ്യമേറ്റെടുത്ത് മുന്നേറിയാട്ടെ. ഇപ്പോൾ മാത്രമല്ല, ഈ ശബ്ദ കാഴ്ച പരിധിയിൽ ഇനിയും ആരെല്ലാം കടന്നു വരുന്നു അവരിലെല്ലാം ഇതേ ദൈവസാന്നിധ്യം ഇതേ ദൈവശക്തി അവർ കേൾക്കുമ്പോൾ തന്നെ അവരിൽ വ്യാപരിക്കട്ടെ. ഇത് കേൾക്കുന്നവർ സൗഖ്യം പ്രാപിക്കട്ടെ. ആത്മാവിലും ദേഹിയിലും ശരീരത്തിലും ഒരേപോലെ സൗഖ്യമുള്ളവരായി അനുഗ്രഹീതരായി മാറട്ടെ. അങ്ങനെ ചെയ്തിരിക്കുന്ന കൃപയ്ക്കായി ദൈവമേ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. സർവ്വമഹത്വം ഞങ്ങൾ അങ്ങേക്ക് തരികയാണ് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. ദൈവം എവരെയും സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. കേട്ട വചന ഹൃദയത്തിൽ ദീപം പോലെ കരുതുക. അകത്ത് ദേവാലയം പണിയുന്ന ആ ഗ്രൂപ്പിലേക്ക് നമുക്ക് മാറാം. ചെറു ഗ്രൂപ്പേ ഉള്ളൂ, അതിലേക്ക് മാറാം. പുറത്ത് മനുഷ്യന്റെ തലത്തിൽ പണിയുന്ന അത് നമുക്ക് വേണ്ടി ദൈവം പണിത് തരും. അതിനുള്ള എല്ലാ സാഹചര്യവും ദൈവം ഒരുക്കി തരും. നമ്മുടെ സകല ആവശ്യങ്ങളിലും ദൈവത്തിന്റെ പുത്രൻ ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾക്ക് ഇതൊക്കെ വേണമെന്ന് നിങ്ങളുടെ സ്വർഗസ്ഥ പിതാവ് അറിയുന്നു. മുമ്പേ അപ്പന് ഒരു ഭവനം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുക. അതോടുകൂടെ നിനക്ക് വേണ്ടിയുള്ള എല്ലാം നിന്റെ അപ്പൻ ചെയ്തു തരും. നമുക്കത് ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ആ ക്രിസ്തുവെ അനുഗമിച്ച് മുന്നോട്ടേക്ക് പോകാം. ദൈവം അവരെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ.